നമ്മൾ നാഗൂർ ദർഗയിലേക്ക് കടക്കുകയാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. ഇതാണ് നാഗൂർ ദർഗ. നാഗപട്ടണത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാഹുൽ ഹമീദ് മീരാൻ സാഹിബിൻ്റെ ഒരു മക്ബറയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മരണപ്പെട്ടതിന് ശേഷം അടക്കം ചെയ്തിരിക്കുന്നൊരു സ്ഥലം. നാഗൂർ ദർഗ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നാഗൂർ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തെ തഞ്ചാവൂരിലെ അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഒരുപാട് ആദരിച്ചിരുന്നു. നാഗൂർ പള്ളിയിൽ വർഷം തോറും നടത്തുന്ന ഒരു ഉറൂസ്, അതിൽ പങ്കെടുക്കാൻ പല സ്ഥലത്തു നിന്നും ആളുകൾ ധാരാളം വന്ന് തടിച്ചു കൂടാറുണ്ട്. ഒരു ആഘോഷമായി അവിടെ നിലകൊള്ളാറുണ്ട്. ഇതിനെ വിമർശിക്കുന്നവരും അംഗീകരിക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം എന്തിനെക്കുറിച്ചും അറിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരുപാട് ആളുകൾ അവിടെ കച്ചവടക്കാരായിട്ടും നമ്മളൊരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും എന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങൾ കാണാം. എല്ലാ സ്ഥലങ്ങളും നമുക്ക് വഴിയെ പരിചയപ്പെടുകയും ചെയ്യാം. ഇത് പരിചയപ്പെടുത്തി തരാനായിട്ട് ഇവിടുത്തെ അവരുടെ പരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അബൂബക്കർ എന്ന പേരുള്ള, ഞാൻ ബക്കർ എന്ന് വിളിക്കുന്ന ഇദ്ദേഹം ഈ സ്ഥലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. കാണുക. கதவு திறக்கும்போது இந்த வெளிச்சனை வாங்கி ஊற்றி அது திரி கத்திரிச்சிட்டு தான் இங்கே வந்து விளக்குலாம் ஏற்றுவாங்க. இது எஜமான இந்த ஃபைரோஸ் அது எஜமானுடைய ஃபைரோஸ் கிடையாது. ஒரு காலையில் பஜரோட எண்ணெய் ஊற்றி ஏற்றுவாங்க, மகரிப்புக்கு எண்ணெயை ஊற்றி ஏற்றுவாங்க. மொத்தம் 7 கெட்டு இருக்கு. 6வது கெட்டு 7வது கெட்டு மகரிப்பு திறப்பாங்க. இது எஜமானுடைய தலைமாடு இங்கே இருக்கு. இது வந்து ஒரு பெரிய மரம், புளியா மரம். இந்த புளியா மரத்துக்கு அடியில இருக்குதான் எஜமான் வந்து தாலிமாத்து பண்ணாங்க. அவங்களுடைய சகாபாக்கள் எல்லாத்தையும் 444 பேரை வச்சு இந்த புளியா மரத்தை கிட்ட இருந்து தான் அவங்க தாலிமாத்து பண்ணது. சிதாயத்தை எல்லாம் கிடைச்ச எஜமான் ஃபைசான் இதுதான் உங்களுக்கு. സത്യത്തിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ധാരാളം മാനസികമായി പ്രശ്നങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ കുടുംബം നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ പല വിഷമങ്ങളുമായി കുട്ടികളില്ലാത്തവരും അസുഖമുള്ളവരും, എല്ലാം ഇവിടെ നിന്ന് മാറുന്നു എന്നുള്ളതല്ല, അവൻ്റെ മനസ്സിനെ ഒരു സമാധാനപ്പെടുത്താൻ. ഇപ്പോൾ നമ്മുടെ കാലിനൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് ഒരാൾ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖം പോലെയാണ് ഇത്തരം മക്ബറകൾ, ഇത്തരം ദേവാലയങ്ങൾ, പള്ളികൾ, അമ്പലങ്ങൾ എല്ലാം ഒരു ആശ്വാസമാണ് ശരിക്കും. ഇത് സിൽസിലാവണം. ഇത് സാഡിൻ തങ്ങളുടെ സിൽസില. അവർ 34வது 38வது തലമുറ വന്നാൽ അത് അത്ര പേരുണ്ട്. ആ ആശ്വാസം മറ്റാർക്കും കൊടുക്കാൻ കഴിയുന്നതല്ല. വിമർശിക്കുന്നവർക്ക് ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു വിഷമം വരുന്ന ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അനുഭൂതിയാണ് അത് മറ്റാരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധ്യമല്ല. കാരണം എല്ലാം അനുഭവിച്ച് അറിയുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അനുഭവിച്ചറിയാനായിട്ടുള്ള പരിശ്രമങ്ങളും നമുക്ക് ആവശ്യമാണ്.
സാലിം തങ്ങളുടെ മകൻ്റെ ജാറത്താണ്. ഇത് കാലയിൽ ഫജറിൽ 4:26 7 മണിക്ക് അടച്ചിടാൻ, മധ്യാഹ്നം 6:26 9 മണിക്ക് അടക്കാം. ഇതിലുള്ള ഖബർ അത്രയും ഷാഹുൽ തങ്ങളുടെ സഹാബാക്കൾ മറ്റ് അവരുടെ പേരമക്കളുടെ ഖബറുണ്ട് ഇവിടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളുടെ ഈ ലോകത്ത് തന്നെ മുൾച്ചെടികളുണ്ട്, തൊട്ടാൽ വാടിപ്പോകുന്ന ചെടികളുണ്ട്, അതുപോലെ തന്നെ തൊട്ടാൽ ചൊറിയുന്ന ഇലകളുണ്ട്, അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള ഇലകളുണ്ട്. ഇതെല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ തൊട്ടാൽ ചൊറിയുന്ന ഒരു ചെടി എന്തിനാണ്, അല്ലെങ്കിൽ മുള്ളുള്ള ഒരു ചെടി എന്തിനാണ്? നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെന്തുത്തരം? നമുക്ക് മുള്ളില്ലാത്തൊരു ചെടി പോരെ, ചൊറിയാത്തൊരു ചെടി പോരെ, അല്ലെങ്കിൽ തൊട്ടാൽ വാടിപ്പോകുന്ന തരത്തിലുള്ളൊരു ചെടി എന്തിനാണ്? പക്ഷെ നമ്മളതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അതെന്തിന് അങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ എളുപ്പം കഴിയും, പക്ഷെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. വിമർശകർക്ക് വിമർശിക്കാൻ വളരെ സുഖമാണ്, അവർക്ക് മുറിയിലിരുന്ന് പറയുന്ന കാര്യമാണ്, കാരണം അവർ പുറം കാഴ്ച കാണുന്നില്ല. സാലിം തങ്ങൾ അവർ മകന് വാഴ്ന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന അവർ മക്കൾക്ക് വിവാഹം കഴിച്ച സ്ഥലമാണ്. ഇത് താഴെ ഉള്ളത് സാലിം തങ്ങളുടെ കാൽപാദമാണ്. താഴെ ഉണ്ട്, അവരുടെ കാൽപാദം താഴെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ആത്മീയമായ, നമ്മുടെ ആത്മാവിന് സമാധാനം കിട്ടുന്ന ഒരു യാത്രയാണ് ഇത്തരം സിയാറത്ത് കേന്ദ്രങ്ങളിലൂടെ വിശ്വാസികൾ അനുഭവിക്കുന്നത്. ഇതന്നെ സാലിം തങ്ങൾ മരിച്ച പിൻപ് കുളിപ്പിച്ച സ്ഥലം ഇതന്നെ. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന പലർക്കും പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ആണ് ഞാൻ ഈ സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നത്. അവിടെ ചെന്ന് നിന്ന് അവർ പറയുമ്പോൾ കിട്ടുന്ന അവരുടെ മനസ്സിൻ്റെ സുഖം അത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾക്ക് മാത്രം മനസ്സിലാകുന്ന, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. അതുകൊണ്ട് ഈ ഒരു പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.